അമ്മ അമ്മ ഞാൻ സ്കൂൾ കുട്ടിയാണ് അമ്മ. അതെനിക്ക് ചോദിക്കാനുള്ളത്, നീ സ്കൂൾ കുട്ടിയാണോ? അമ്മ തമാശ കളിക്കല്ല കേട്ടാ. എനിക്ക് എന്റെ സ്വന്തം റൂമിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തരെ വന്നിങ്ങനെ തലയിട്ട് ചോദിക്കാണ്, ഇന്ന് ഓഫീസിൽ പോകണല്ലേ, ഇന്ന് ഓഫീസിൽ പോകണല്ലേന്ന്. എല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ ചെണ്ടറിയാണ് സഹിക്കാൻ പറ്റത്. വന്ന് നോക്കും, നീറ്റൊരു മൂളലും, എന്നിട്ട് ഒറ്റ പോക്കും. എനിക്ക് റൂമിൽ കിടക്കാനും ഇരിക്കാനും പറ്റില്ല. ലാസ്റ്റ് ഞാൻ ബാത്റൂമിനകത്ത് കയറി, എന്നിട്ട് വായലടച്ച് കുറച്ച് നേരം ഇരുന്ന്. അപ്പോൾ ഒരാൾ വന്ന് ഓട്ടാണ്, അച്ഛൻ എപ്പോൾ ഇറങ്ങുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ജോലിക്ക് പോണില്ല അപ്പൊ ഇന്ന്? എടി ഞാൻ ജോലിക്ക് പോയേ ഇല്ലെങ്കിൽ നിനക്കെന്താടി? ദാറ്റ്സ് മൈ ഓൺ ഡിസിഷൻ കേട്ടാ. അല്ല, ഓൺ ഡിസിഷൻ അല്ല, ഓൺ ഡിസിഷൻ ആയിരുന്നിരിക്കാം. അത് അച്ഛൻ ഇടപെടുന്നതിന് മുമ്പ് വരെ. ഇപ്പൊ അച്ഛൻ ഇടപെട്ടു. സോ ചേട്ടനെ പണിക്ക് വിട്ടിട്ട് അച്ഛൻ. ഈ അമ്മ ഒരാളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അമ്മയാണ് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് കേട്ടാ. അതെ, ഞാനാണ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. എന്താ തുടക്കം കുറിക്കാൻ കാരണം? എന്താണാവോ? നീ ജോലിയിൽ ഭയങ്കര ഉഴപ്പാടാ. നീ ഇപ്പൊ ജോലിക്ക് പോകാൻ ഭയങ്കര മടി. ഇത് ഞാൻ കണ്ടോണ്ടിരിക്കണല്ല. അപ്പൊ ഞാൻ ഇടപെടും, ഇതിന്റെ പരിഹാരം കണ്ടെത്തുകയും ചെയ്യും. എന്താണ് നിനക്ക്? ചേട്ടോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്. ചേട്ടൻ വർക്ക് ചെയ്തില്ലെങ്കിൽ വർക്കിൽ എന്തെങ്കിലും ഉഴപ്പ് കാണിച്ചാലും തൂക്കിയെടുത്ത് പുറത്തു കളയവര്. പിന്നെ ലാസ്റ്റ് കമ്പനിയുടെ ഫ്രണ്ട് ചെന്നിട്ട് കരയേണ്ട വരും, അമ്മ ജോലി ആയോന്നും പറഞ്ഞു. നീ കാര്യം അമ്മ എന്ന് പറഞ്ഞ് ജോലി ആയോന്നും പറഞ്ഞിട്ട് ഞാൻ കറിയത്തില്ല. ഞാൻ വേറെ കമ്പനി അന്തസ്സായിട്ട് കയറണം. വേറെ കമ്പനിയെ കയറും, അതങ്ങ് പറയാനേ കൊള്ളത്തുള്ളൂ കേട്ടാ. വേറെ കമ്പനി ചെന്ന് കയറി എപ്പൊ കിട്ടും? 10,000 രൂപയും ജാലി കിട്ടൂല. പിന്നെ എന്ത് പിന്നെ? സത്യം പറഞ്ഞല്ലോ, ഈ മുടി കാരണം ഒരു സ്ഥലത്തും ജോലി കിട്ടില്ല. പിന്നെ ഇപ്പൊ ഉള്ള ജോലി ഉണ്ടല്ലോ, അത് ആരുടെയൊക്കെ ദയ കാരണം പോവാത്തതാണ്. വിഷ്ണുവേ, നീ ക്ലയൻസിന്റെ അടുത്തും ഓഫീസ് മീറ്റിംഗിലൊക്കെ ഇംഗ്ലീഷിലാണോ സംസാരിക്കുന്നത്? അതെന്തൊരു ചോദ്യം അമ്മ. ഞാൻ നല്ല ഫ്ലുവന്റ് ആയിട്ട് അമ്മ ഇംഗ്ലീഷ് സംസാരിക്കണ എല്ലായിടത്തും. ഇതാടെ ഗണിക്കണത് കേക്കണ? someone talk with me. someone have a conversation with me right now. just someone talk with me. talk to me right now. You want conversation? Yeah. Talk to him. Yes, talk to him. Come on, him. Yeah. Talk to him, man. Yeah. Talk to him. ഹലോ ശ്യാമേ, എന്തായി? എല്ലാം സെറ്റല്ലേ? ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ. ഓക്കെ. ഞാൻ ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. ഓക്കെ. നിന്റെ ഈ മോൻ്റെ ഉണക്ക നമ്പർ എൻ്റെ അടുത്ത് നടക്കൂല. ജോലിക്ക് പോകാതിരിക്കാൻ 18 എങ്ങനെ നോക്കണമെന്ന് ഞാൻ അതിൻ്റെ അടുത്താണ് അവൻ്റെ നമ്പർ കൊണ്ട് പറഞ്ഞത്. അല്ലേ വീട്ടിൽ പോലും അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നേ. എന്തായാലും ഈ 2.5 വർഷം ഓഫീസിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ലേ? അതുകൊണ്ട് ചേട്ടനൊന്ന് കുഴപ്പിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് വിട്ടുകൊടുക്കണോ? ഒരു ജോലിയുടെ വില എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാ ഞാൻ. ഇത് എൻ്റെ അടുത്തുള്ള വാശി തീർക്കാൻ വേണ്ടി മനപ്പുറം ഓഫീസിൽ പോയിരിക്കുകയാണ്. അവരെ ഞാൻ ഓഫീസിൽ പറഞ്ഞു വിടാൻ പറ്റുമോ നോക്കട്ടെ, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനല്ല ഞാൻ. ഇതിപ്പോ അച്ഛനും മോനും തമ്മിലുള്ള യുദ്ധമായി മാറിക്കൊണ്ടിരിക്കുക. അതവിടെ വടക്കേ പറഞ്ഞ് എന്തോ ചെയ്യണത് അവിടെ നോക്കട്ടെ. ഞാൻ നോക്കിയാണ്. ഹലോ സുരേഷ് ചേട്ടാ. അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ. പിന്നെ വിളിക്കാം ചേട്ടാ. പിന്നെ വിളിക്കാം. ഹലോ ശ്യാമേ, എന്താടാ ഓഫീസിലെത്തിയാ? താങ്ക് യു. അല്ല, ആ ലോൺ സെക്ഷനിൽ ആരും ഇല്ലേ? അവിടെ ആരും ഇല്ലേന്ന്? അവിടെ ആരും ഇല്ലടാ, ഇവിടെ ഉണ്ട് നിന്റെ അപ്പായി. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. സൈറ്റിലെത്തിയാ? എടാ സൈറ്റിൽ എത്തി അവിടെ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞില്ലടാ. എന്താ മറന്നുപോയാ? വൈദ്യുതി ശമ്പളം വാങ്ങിയാൽ മറക്കൂലല്ലേ? ഞാൻ ഇന്ന് വരൂല. ശമ്പളം താണോ ചേട്ടാ? ശരി. 11 മണിക്ക് പോകുന്നോട്ടെന്താ പോണില്ലേ? ഞാൻ ഇന്ന് ലീവ്. ലീവാ? നിന്റെ മോയില്ലേ, അവന് ഓഫീസിൽ പോകാൻ വേണ്ടിയാണ് ഞാൻ ലീവ് എടുത്തിരിക്കുന്നത്. അറിയാം. ബെസ്റ്റ്. എന്താ ബെസ്റ്റ്? വളർന്ന് വരുന്നവർ എല്ലാം തന്റെ പോലെ മടിയമ്മനായിട്ട് വരെയാണ്. തന്റെ പോലെ മടിയമ്മനായിട്ട് വരെയാണെന്ന് വളർന്ന് വരുന്നവർ പിള്ളേരൊക്കെ. ഇതെങ്ങനെ പോയ എങ്ങനെ? നമ്മളെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ എത്ര പ്രാവശ്യം മടിയാണ് വീട്ടിൽ ഇരുന്നത് തന്നെ. കാലങ്ങളോട് വീട്ടിൽ ഇരുന്നില്ലേ? അതിന്റെ ഫലം അനുഭവിച്ചാൽ നീ തന്നെ. നീ സഹിക്കുമ്പോൾ ഇനി പിള്ളേർ സഹിക്കണോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം പിള്ളേർക്ക് വന്ന് നിനക്ക് ഇഷ്ടമാണോ? എന്റെ പൊന്നോ, എൻ്റെ ഒരു ഗതി ലോകത്ത് ഒരു പെണ്ണിനും ഉണ്ടാവില്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ ഈ ജീവിതകഥ വെച്ചിട്ടുണ്ടല്ലോ, ഒരു ബുക്ക് എഴുത്. കഥയല്ല, ആത്മകഥ. ബെസ്റ്റ് സെല്ലർ അടിക്കും, നല്ല കാശും കിട്ടും. അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ എന്നെ ഹൈലൈറ്റ് ചെയ്തണം. എന്നാലേ ബുക്ക് നന്നായിട്ട് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ.
ആ അമ്മ അച്ഛനെയും പറഞ്ഞാൽ ചുമ്മാ തമാശയായിട്ട് എടുക്കാൻ നിൽക്കണ്ട. പറയാൻ പറ്റത്തില്ല, ചിലപ്പോ അച്ഛൻ കാരണം നശിച്ച് നമ്മളെ ജീവിതം, അച്ഛൻ കാരണം തന്നെ മുന്നേറും. അച്ഛൻകാരൻ ജീവിതം നശിച്ചെന്താടാ? അവസരം കിട്ടാൻ കയറി മേഞ്ഞോണം കേട്ടാ. ചേട്ടൻ ജോലി വിഷയം വേട്ടാ. അവന്റെ ജോലി വിഷയം വിടാനാ. മക്കള് പോ, അവനടുത്ത് ജോലിക്ക് പോകാൻ പറ. പോ 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 പോ. നേരത്തെ പറഞ്ഞായിരുന്നു. ഇനിയും വരണം. പോ. അവന്റെ മനസ്സമാനം കെടുത്തണം. അവൻ അവസരം ഓടണം. ഓടി ഓടി അവൻ ഓഫീസിൽ പോകണം. പോ. ഓക്കെ. അവൻ എന്ത് പണിയാണ് കാണിക്കുന്നത്? കൊച്ചിനെ അവൻ തല്ലൂന്നേ. എങ്കോ മണ്ണീന്നും കിട്ടിയ അവസരം പാറുന്നു എന്നാണ് കുഴിപ്പിക്കാണ്. പോയിട്ടെന്തായി? പറഞ്ഞു തുടങ്ങിയത് തന്നെ ഓടിച്ചു. ഓട്ടിച്ചാവായി വെച്ചോക്കളെ. നീ ചെല്ലേ ഏ? ചെല്ലേ. ഞാനാ? നല്ല കാര്യം. സോ എന്റെ ദൈവങ്ങളെ കാത്തോളണേ. ഒരു മനസ്സമാനം കൊടുക്കരുത്. അവൻ അറിയണം. ബാലു, ഇത് വഷളാവാനാണ് സാധ്യത കേട്ടാ. വഷളായില്ലെങ്കിൽ വഷളാക്കും. അച്ഛാ ചുമ്മാ ഓവറാകല്ലേ. എടാ എല്ലാ കാര്യത്തിനും കുറച്ച് ഓവർ നിനക്ക് അറിയാല്ല. ഇതങ്ങനെ തന്നെ. എന്തു പറ്റി? ഏ? എന്തു പറ്റി? ഓ ഒന്നുമില്ല. പറ. ഞാൻ ജോലിന്ന് പറഞ്ഞത് ചേട്ടനെ മുഖമൊക്കെ ചുമന്ന് പല്ലൊക്കെ കടിച്ചു തുടങ്ങി. പിന്നെ ഞാൻ മുഖം കണ്ട് പേടിച്ചിങ്ങ് പോന്നു. പലക കടിച്ച് മുഖം ചുമന്ന് അവൻ സിംഹവാല ലക്ഷണം കാണിച്ചു തുടങ്ങി. കേശു ഓ പോ. പോയിച്ചു വേടാ. അപ്പൊ ഞാനൊന്ന് പോയിട്ട് എല്ലാം ഒന്ന് കൊഴിപ്പിച്ചിട്ട് വരാം. ഓക്കെ. ഇന്ന് അവധി എടുത്തത് മഹാബദ്ധായി പോന്ന് ഇപ്പൊ അവൻ ചിന്തിക്കണ്ടാവും. എല്ലാവർക്കും ഒരു പാടാവും. ആരും ഇനിയുടെ മടി കാണിക്കാൻ പാടില്ല. എങ്ങനെ? അല്ല എന്നെ കൂടെ ചേർത്ത് പറഞ്ഞ തന്നെ. ഓ അങ്ങനെ. അച്ഛാ പോയ കേശുനെ കാണാനില്ലല്ലോ. അവനെ എന്റെ ചെറുക്കനാണ്. അവൻ വിറപ്പിച്ചിട്ടേ വരൂ. ജ്യേഷ്ഠയുടെ പുലിയാണ്. പിന്നെ പുപ്പുരിയല്ലേ. ആ ഇതെന്താ പുലി കവളും തിരുമ്മിക്കൊണ്ട് തന്നെ? എന്തു പറ്റിയടാ? ഞാൻ അങ്ങോട്ട് കയറി ചെന്നില്ലേ, ഞാൻ അടുത്തുനിന്ന് സംസാരിച്ച അപ്പത്തിന് ഒറ്റയടി കണ്ണി കൂടെ പൊന്നിച്ചു പറന്ന്. അയ്യോ, കേശു നീ കരയാണോടാ? ഏ? ഞാൻ പറഞ്ഞില്ലേ ഇതെന്റെ ചകട്ടത്ത് അടിച്ച പോലെയാണ്. ബാലേ, പോലെയാണ്. നീ ഉണ്ടാണ്. നിന്റെ അഹങ്കാരം ഇന്ന് ഞാൻ കേൾക്കും. വായിക്കോ. അച്ഛൻ വെള്ളം കുടിക്കാൻ പോകാം. ദേ വടിയും കൊണ്ട്. ബാലു, അച്ഛാ, 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 ബാലു വേണ്ട. ബാലു വേണ്ട. ദൈവമേ, എന്റെ കൊച്ചി. ബാലു, പിടിച്ചെടുത്ത് അച്ഛനെ ഭ്രാന്താ. ബാലു അടങ്ങിക്ക് ബാലു. അമ്മ എന്നെ അടിച്ചു മാച്ചൻ. അടിച്ചാ? ആ. എന്നാ അത് മേടിച്ചിട്ട് അങ്ങ് പോയിക്കോ. എടുത്തിട്ട് പോടാ നിന്റെ ഡ്രസ്. അമ്മ എന്റെ പാന്റും ഷർട്ടും ഞാൻ ഇത് അവിടെ നിന്ന് മാറാനാണ്. എടാ വഴിന്ന് മാറിയിട്ട് പോടാ പോടാ. പിന്നെ വഴി കൊണ്ട് മാറാ. ഓഫീസിൽ പോവാതെ ഈ പണി ചവിട്ടിയാ ഇതിന് 2 മുട്ടുകാലും ഞാൻ തല്ലി ഓടിക്കും. ബാലു, ഓടി കുട്ടം പിള്ളേരെ പോടാ. അമ്മ ഓരോരിക്ക് മാറാൻ പറഞ്ഞിട്ടാ നിന്റെ അടുത്ത്. എവിടെ പോണം നില്ലടാ. വേണ്ട ഇതിന്റെ ഈ കൗബീനം ഉണ്ടല്ലോ, കൗബീനം ഇതും കൂടെ അത് കഴിച്ചു ചുറ്റിട്ട് പോടാ പോടാ. ഇതില് പോ. എറാ 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 പോടാ പോടാ. അരമണിക്കൂറിനകം ഓഫീസിൽ എത്തണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്യണം കേട്ടാ. പോടാ.